നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരു ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന കുറച്ച് വിഷയങ്ങളാണ്. അതെ. ഇന്ത്യൻ തത്വചിന്ത, പിന്നെ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള മനഃശാസ്ത്രം, അത് കഴിഞ്ഞ് ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലുള്ള വലിയ പ്രൊജക്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ. ഇതൊക്കെ തമ്മിൽ എന്തു ബന്ധം, അല്ലേ? ശരിയാണ്. തുടക്കത്തിൽ അങ്ങനെ തോന്നാം. പക്ഷെ ഇതിനെല്ലാം പൊതുവായ ഒരു ചോദ്യമുണ്ട്. ഈ ലോകം, പിന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ സമൂഹം, ഈ വലിയ സിസ്റ്റങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അതെ. എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താമെന്നുള്ളതും. അതെ. നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്രോതസ്സുകൾ ഈ ഒരു ചോദ്യത്തിന് പല കോണുകളിൽ നിന്നുള്ള ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്താണെന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? അത് തന്നെ നല്ലത്. കാരണം ഈ സ്രോതസ്സുകൾ നേരെ ഇന്ത്യൻ ഫിലോസഫിയിലേക്കാണ് പോകുന്നത്. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പരസ്പരം വിപരീതമായ രണ്ടാശയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഒന്നാമത്തേത് വേദാന്തം. എല്ലാം ഒന്നാണ്, ബ്രഹ്മം എന്ന ഒരൊറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ എന്ന ആശയം. അദ്വൈത വേദാന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. അതെ. അതായത് ഈ കാണുന്ന വൈവിധ്യങ്ങളെല്ലാം ഒരു തരം മിഥ്യയാണ്. അടിസ്ഥാനപരമായി എല്ലാം ഒന്ന് തന്നെ. പക്ഷെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രമാണ് സാഖ്യതത്വചിന്ത നമുക്ക് തരുന്നത്. അതെ. അവര് പറയുന്നത് ഒന്നല്ല എന്നാണല്ലോ. ഒന്നല്ല, അടിസ്ഥാനപരമായി രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ് സാഖ്യം പറയുന്നത്. പുരുഷനെന്നും പ്രകൃതിയെന്നും. ഒരു മിനിറ്റ്, ഈ പുരുഷൻ പ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കേൾക്കുമ്പോൾ സാധാരണ അർത്ഥത്തിൽ പുരുഷനും പ്രകൃതിയും പോലെ തോന്നുമെങ്കിലും അതല്ലല്ലോ സംഭവം. അല്ല. വളരെ നല്ലൊരു ചോദ്യമാണത്. ഇതിനെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ഒരു കമ്പ്യൂട്ടർ പോലെ ചിന്തിക്കാം. പ്രകൃതി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെയാണ്. ഓക്കെ. മദർ ബോർഡ്, പ്രോസസ്സർ, മെമ്മറി, സ്ക്രീൻ, അങ്ങനെയുള്ള ഭൗതികമായ എല്ലാം. പ്രപഞ്ചത്തിലെ ഊർജവും ദ്രവ്യവും എല്ലാം ഈ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഹാർഡ്വെയർ തനിയെ പ്രവർത്തിക്കില്ലല്ലോ. ഇല്ല, അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു യൂസർ വേണം. കറക്റ്റ്. ആ യൂസറെ പോലെയാണ് പുരുഷൻ. ശുദ്ധമായ ബോധം. അതൊന്നും ചെയ്യുന്നില്ല, ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുമില്ല. വെറും ഒരു നിഷ്ക്രിയനായ സാക്ഷി മാത്രം. സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ വെറുതെ കാണുന്ന ഒരാളെപ്പോലെ. ആ ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്, പരിണമിക്കുന്നത്. കൊള്ളാം. അപ്പോൾ വേദാന്തം എല്ലാം ഒന്നാണെന്ന് പറയുന്നു. സാഖ്യം പറയുന്നു അങ്ങനെയല്ല, ബോധവും ദ്രവ്യവും എന്ന രണ്ട് അടിസ്ഥാന ഘടകങ്ങളുടെ ഒരുതരം ഇന്ററാക്ഷനാണ് ഈ പ്രപഞ്ചം എന്ന്. അത് നമ്മളെല്ലാം ഒരേ സിനിമയുടെ ഭാഗമാണ് എന്നും മറ്റൊന്ന് നമ്മൾ സിനിമ കാണുന്ന പ്രേക്ഷകരും സിനിമ വേറെയുമാണ് എന്നുമുള്ള ഒരു വ്യത്യാസമുണ്ട്. അതെ, ആ ഒരു രീതിയിൽ ചിന്തിക്കാം. ഈ ആശയങ്ങൾ ഇന്ത്യൻ ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, അതോ പാശ്ചാത്യ ലോകത്തും ഇതുപോലെ സമാനമായ ചിന്തകൾ ഉണ്ടോ? തീർച്ചയായുമുണ്ട്. വേദാന്തത്തിലെ ഈ ഒരൊറ്റ യാഥാർത്ഥ്യം എന്ന ആശയം ജർമ്മൻ തത്വചിന്തകനായ ഹെഗലിന്റെ അബ്സല്യൂട്ട് ഐഡിയലിസത്തോട് നമുക്ക് ചേർത്തുവയ്ക്കാം. എന്നാൽ സാഖ്യയിലെ ഭൗതികമായ പ്രകൃതിയിലുള്ള ഊന്നൽ പാശ്ചാത്യ ഫിലോസഫിയിലെ റിയലിസത്തോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്നു. റിയലിസം പറയുന്നതെന്താണെന്നാൽ നമുക്ക് കാണാനും അളക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഭൗതിക ലോകമാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. അപ്പോൾ ഈ തർക്കം എല്ലായിടത്തുമുണ്ട്. ആശയമാണോ യാഥാർത്ഥ്യം, അതോ ഭൗതിക വസ്തുക്കളാണോ യാഥാർത്ഥ്യമെന്നുള്ളത്? അതെ. ഓക്കെ. അപ്പോൾ പ്രപഞ്ചം ഒന്നാണോ രണ്ടാണോ എന്ന കാര്യത്തിൽ തത്വചിന്തകർ തർക്കിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ സാധാരണക്കാരായ നമ്മൾ, പ്രത്യേകിച്ചൊരു കുട്ടി, ഈ സങ്കീർണമായ ലോകത്തെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്? ഇവിടെയാണ് നമ്മുടെ സ്രോതസ്സുകൾ അടുത്ത വിഷയത്തിലേക്ക്, അതായത് മനഃശാസ്ത്രത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? അതെ, വളരെ സ്വാഭാവികമായ ഒരു മാറ്റമാണത്. പുറം ലോകത്തെ മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറ്റങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെ അറിയണമല്ലോ. ശരിയാണ്. ഇവിടെയാണ് ബിഹേവിയറിസം എന്ന ആശയം വരുന്നത്. അതിലേറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് പാവ്ലോവിന്റെ നായ. ആ പരീക്ഷണം എനിക്ക് ഓർമ്മയുണ്ട്. നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു മണി മുഴക്കുന്നു. കുറേ തവണ ഇത് ആവർത്തിക്കുമ്പോൾ, പിന്നീട് ഭക്ഷണം കാണാതെ മണിനാദം കേൾക്കുമ്പോൾ തന്നെ നായുടെ വായിൽ വെള്ളമൂറാൻ തുടങ്ങുന്നു. കൃത്യമായി. ഇതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്ന് പറയുന്നത്. ഒരു സ്വാഭാവിക പ്രതികരണത്തെ, അതായത് ഭക്ഷണം കാണുമ്പോൾ വായിൽ വെള്ളം ഊറുന്നത്, ഒരു കൃത്രിമ കാര്യവുമായി, അതായത് മണിനാദവുമായി ബന്ധിപ്പിക്കുന്നു.
ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പാട്ട് കേൾക്കുമ്പോൾ പഴയ ഓർമ്മകൾ വരുന്നത്. അതെ അതെ. അല്ലെങ്കിൽ ചില പരസ്യങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ബ്രാൻഡ് വാങ്ങാൻ തോന്നുന്നത്. ഇതെല്ലാം ഒരു തരം കണ്ടീഷനിങ് അല്ലേ? ശരിയാണ്. പക്ഷെ ഒരു സംശയം. ഈ ബിഹേവിയറിസം മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും വെറും ശീലങ്ങളായി മാത്രം കാണുന്നത് ഒരു തരം ലഘൂകരണമല്ലേ? നമ്മുടെ ഉള്ളിൽ നൽകുന്ന ചിന്തകൾക്കും ഭാവനകൾക്കും ഒരു വിലയുമില്ലേ? നിങ്ങൾ നേരെ അടുത്ത പോയിന്റിലേക്കാണ് വന്നത്. ബിഹേവിയറിസത്തിന്റെ ഏറ്റവും വലിയ വിമർശനവും അതുതന്നെയായിരുന്നു. സ്കിന്നർ ഇതിനെ ഓപ്പറന്റ് കണ്ടീഷനിംഗ് വഴി കുറച്ചുകൂടി വികസിപ്പിച്ചു. ഓപ്പറന്റ് കണ്ടീഷനിംഗ്. അതായത് ഒരു പെരുമാറ്റത്തിന് ശേഷം കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ആ പെരുമാറ്റം ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അഭിനന്ദിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചിന്തയുടെ ഫലമായാണ് ഴാങ് പിയാഷെ പോലുള്ള ചിന്തകർ പുതിയൊരു വഴി തുറന്നത്. അതെ, പിയാഷെയുടെ സിദ്ധാന്തത്തെക്കുറിച്ച് ഈ സ്രോതസ്സുകളിൽ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പുറമേയുള്ള പെരുമാറ്റത്തിലല്ല, മറിച്ച് ഒരു കുട്ടിയുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടങ്ങളിലാണ് ശ്രദ്ധിച്ചത്. അതെ, പിയാഷെ പറഞ്ഞത് ഒരു കുട്ടിയുടെ മനസ്സ് മുതിർന്നവരുടെ മനസ്സിന്റെ ഒരു ചെറിയ പതിപ്പല്ല, അത് ചിന്തിക്കുന്ന രീതി തന്നെ അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് എന്നാണ്. ഓക്കെ. അദ്ദേഹം 4 പ്രധാന ഘട്ടങ്ങൾ വിവരിച്ചു. ഉദാഹരണത്തിന്, വളരെ ചെറിയ കുട്ടികൾ, അതായത് സെൻസറി മോട്ടോർ ഘട്ടത്തിലുള്ള കുട്ടികൾ കാണാത്തൊരു വസ്തു ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കും. അതാണല്ലേ നമ്മൾ മുഖം പൊത്തി പൂച്ചയെ എന്ന് കളിക്കുമ്പോൾ അവർ ചിരിക്കുന്നത്. അതുതന്നെ. ആ നിമിഷം നമ്മൾ അപ്രത്യക്ഷരായി എന്നാണ് അവർ കരുതുന്നത്. കൊള്ളാം. പിന്നീട് കുറച്ചുകൂടി മുതിരുമ്പോൾ കാര്യങ്ങൾ യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങും, അല്ലേ? അതെ. അടുത്ത ഘട്ടത്തിൽ, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ, 1 ലിറ്റർ വെള്ളം നീളമുള്ളൊരു പാത്രത്തിൽ നിന്ന് പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ അളവ് മാറുന്നില്ല എന്നവർക്ക് മനസ്സിലാകും. ശരി. പക്ഷേ സ്നേഹം, നീതി പോലുള്ള അമൂർത്തമായ ആബ്സ്ട്രാക്ട് ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വരുന്നത് കൗമാരപ്രായത്തിലാണ്, ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ. അപ്പോൾ പഠനം എന്നത് പുറമേ നിന്നുള്ള സമ്മാനങ്ങളും ശിക്ഷകളും മാത്രമല്ല, കുട്ടിയുടെ മനസ്സ് ലോകത്തെ മനസ്സിലാക്കാൻ സ്വയം വികസിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പിയാഷെ കുട്ടികളുടെ മാനസിക വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ പാശ്ചാത്യ രീതിയിൽ ചിന്തിച്ചപ്പോൾ ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ സ്രോതസ്സുകളിൽ ടാഗോറിനെയും ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. ഇത് വളരെ രസകരമായ ഒരു താരതമ്യമാണ്. പിയാഷെ ഘട്ടങ്ങളെക്കുറിച്ചും തിയറികളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച് പ്രകൃതിയുമായി ഇണങ്ങിയ കലകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിക്ക് തുടക്കമിട്ടു. ഗാന്ധിജിയാകട്ടെ നെയ് താലീം എന്ന ആശയത്തിലൂടെ കൈത്തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറം ഒരു തൊഴിൽ ചെയ്ത് പഠിക്കുമ്പോൾ അത് ജീവിതവുമായി ബന്ധമുള്ളതും കുട്ടിയെ സ്വാശ്രയശീലമുള്ളവനുമാക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് നമ്മൾ നേരത്തെ കണ്ട പ്രാഗ്മാറ്റിസം എന്ന തത്വചിന്തയുടെ ഒരു പ്രായോഗിക രൂപം പോലെ തോന്നുന്നു. അതെ, ശരിയാണ്. ഓക്കെ. അപ്പോൾ ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ച് പല ആശയങ്ങളുമുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഇതെല്ലാം എങ്ങനെ ഒരു രാജ്യത്തിന് മുഴുവൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ നയമാക്കും? ലക്ഷക്കണക്കിന് സ്കൂളുകളും കോടിക്കണക്കിന് കുട്ടികളുമുള്ളൊരു വലിയ സിസ്റ്റം എങ്ങനെ രൂപകൽപ്പന ചെയ്യും? ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. അതെ. വ്യക്തിഗത പഠനത്തിൽ നിന്ന് നമ്മൾ സാമൂഹിക ആസൂത്രണത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ സ്രോതസ്സുകളിൽ കോത്താരി കമ്മീഷൻ, പിന്നെ 1968ലെയും 86ലെയും ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉണ്ട്. ഇവയെല്ലാം രാജ്യത്തിന് മൊത്തത്തിലുള്ളൊരു വിദ്യാഭ്യാസ ചട്ടക്കൂട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കും? എവിടെ തുടങ്ങണം? ഓരോ ഘട്ടത്തിനും എത്ര സമയമെടുക്കും? എന്തൊക്കെ തടസ്സങ്ങൾ വരാം? ഇതൊരു മാനേജ്മെന്റ് പ്രശ്നം കൂടിയാണ്. അതിശയമെന്ന് പറയട്ടെ, ഈ സ്രോതസ്സുകൾ ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് മാനേജ്മെന്റ് ലോകത്ത് നിന്നാണ്. പേർട്ട്, CPM എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സാങ്കേതിക വിദ്യയാണെന്ന് തോന്നും. അതെ, കേൾക്കുമ്പോൾ അങ്ങനെയുണ്ട്. എന്താണ്? ലളിതമായി പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നത്ര സങ്കീർണമല്ല. നമുക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം തന്നെ എടുക്കാം. രാജ്യത്ത് പുതിയൊരു വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുവെന്ന് കരുതുക. ഓക്കേ. പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കണം, അധ്യാപകർക്ക് പരിശീലനം നൽകണം, സ്കൂളുകളിൽ പുതിയ സൗകര്യങ്ങൾ ഒരുക്കണം.
ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഓരോ ഘട്ടത്തിനും എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായി കാലതാമസം വരാം. ശരിയാണ്. ഇങ്ങനെയുള്ള പുതിയതും ആവർത്തന സ്വഭാവമില്ലാത്തതുമായ സമയം അനിശ്ചിതമായ പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യാനാണ് PERT, അതായത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ഉപയോഗിക്കുന്നത്. ഇത് സാധ്യതകളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കേ, അപ്പോൾ CPM എന്താണ്? ഇനി എല്ലാ വർഷവും സ്കൂൾ കെട്ടിടങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്ന് സങ്കൽപ്പിക്കുക. പെയിന്റിങ്ങിന് എത്ര ദിവസമെടുക്കും, ഇലക്ട്രിക് ജോലികൾക്ക് എത്ര സമയമെടുക്കുമെന്നൊക്കെ നമുക്ക് മുൻപരിചയം വെച്ച് കൃത്യമായി പറയാൻ സാധിക്കും, അല്ലേ? സാധിക്കും. ഇങ്ങനെ മുൻപരിചയമുള്ളതും ആവർത്തന സ്വഭാവമുള്ളതുമായ പ്രൊജക്റ്റുകൾക്കാണ് CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓരോ ജോലിയും പൂർത്തിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയും സമയവും, അതായത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. വളരെ വ്യക്തമായി. അപ്പോൾ ഒരു പുതിയ ബഹിരാകാശ ദൗത്യം പ്ലാൻ ചെയ്യാൻ PERT ഉപയോഗിക്കാം. പക്ഷേ ഒരു കെട്ടിടം നിർമ്മിക്കാൻ CPM ആയിരിക്കും കൂടുതൽ നല്ലത്. അതുതന്നെ. ഇതേ രീതിയിലുള്ള മറ്റു മാനേജ്മെന്റ് ആശയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, TQM, സിക്സ് സിഗ്മ എന്നൊക്കെ. അതെ, ഇവയെല്ലാം ഒരു സിസ്റ്റത്തെ എങ്ങനെ തുടർച്ചയായി മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ്. TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാവരും, അതെ, ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ താഴെക്കിടയിലുള്ള ജീവനക്കാരൻ വരെ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ഗുണമേന്മയ്ക്ക് ഉത്തരവാദികളാണ് എന്നാണ്. ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. സിക്സ് സിഗ്മയോ? സിക്സ് സിഗ്മയുടെ ലക്ഷ്യം ഉൽപ്പാദന പ്രക്രിയയിലെ തെറ്റുകൾ, ഡിഫെക്ട്സ് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതെങ്ങനെ പ്രയോഗിക്കും? അവിടെ ഉൽപ്പന്നം എന്താണ്? നല്ല ചോദ്യം. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൽപ്പന്നം എന്നത് പരീക്ഷാവിജയം മാത്രമല്ലല്ലോ, ഒരു കുട്ടിയുടെ സമഗ്രമായ വികാസമാണ്. ശരിയാണ്. പാഠ്യപദ്ധതി, പഠിപ്പിക്കുന്ന രീതി, പരീക്ഷാ സമ്പ്രദായം, സ്കൂളിലെ സൗകര്യങ്ങൾ ഇവയെല്ലാം നിരന്തരം വിലയിരുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഒരു TQM സമീപനമായി കാണാം. അപ്പോ സിക്സ് സിഗ്മ മോഡലോ? വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ചില വിഷയങ്ങളിൽ പിന്നോട്ടു പോകുന്നു എന്ന് കണ്ടെത്തി ഡിഫൈൻ, മെഷർ, അനലൈസ്, അത് പരിഹരിക്കാനുള്ള പുതിയ രീതികൾ പരീക്ഷിച്ച് ഇംപ്രൂവ്, ആ മാറ്റം ഫലപ്രദമാണോ എന്ന് നിരീക്ഷിക്കുന്നതിനെ സിക്സ് സിഗ്മയുടെ DMAIC മോഡലുമായി നമുക്ക് ബന്ധിപ്പിക്കാം. കൊള്ളാം. അപ്പോൾ നമ്മൾ തുടങ്ങിയത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന വേദാന്തത്തിലെയും സാങ്ഖ്യത്തിലെയും ചോദ്യങ്ങളിൽ നിന്നാണ്. അതെ. അവിടെ നിന്ന് ഒരു കുട്ടിയുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പാവ്ലോവിലൂടെയും പിയാഷയിലൂടെയും നമ്മൾ കണ്ടു. ഒടുവിൽ ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലുള്ള വലിയ സിസ്റ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് PERT, TQM പോലുള്ള മാനേജ്മെന്റ് തത്വങ്ങളിലൂടെയും മനസ്സിലാക്കി. അതെ, ഒരേ സ്രോതസ്സുകളുടെ കൂട്ടത്തിൽ നിന്നുതന്നെ എത്ര വ്യത്യസ്തമായ തലങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചത്. തത്വശാസ്ത്രവും മനഃശാസ്ത്രവും മാനേജ്മെന്റും തമ്മിൽ അദൃശ്യമായൊരു ബന്ധമുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. എല്ലാം സിസ്റ്റങ്ങളെ മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ, അല്ലേ? അതുതന്നെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നയാൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും ബാക്കി വെക്കണമല്ലോ. തീർച്ചയായും. ഈ സ്രോതസ്സുകളിൽ പരാമർശിക്കുന്ന ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു ആശയമുണ്ട്: വിലയിരുത്തലില്ലാത്ത നിരീക്ഷണം, അതായത് ഒബ്സർവേഷൻ വിത്തൌട്ട് ഇവാലുവേഷൻ. ക്ഷമത അളക്കുന്നു. ശരിയാണ്. എന്നാൽ ഈ ലോകത്ത് ഒരു കുട്ടിയെയോ ഒരു സാമൂഹിക പ്രശ്നത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചിന്തകളെ തന്നെയോ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള പെട്ടെന്നുള്ള വിധിയെഴുതലുകളില്ലാതെ വെറുതെ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു മുൻവിധിയുമില്ലാതെ നോക്കിക്കാണുക. അതെ, അങ്ങനെയുള്ളൊരു നിരീക്ഷണം നമുക്ക് ഏത് തരത്തിലുള്ള പുതിയ ഉൾക്കാഴ്ചയായിരിക്കും നൽകുക? അതാണ് നിങ്ങൾക്കുള്ള ചോദ്യം.